കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാണെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? അമ്മ ആദ്യം എന്താണ് ചെയ്തത്? ഒരു കുടുംബത്തിന് പ്രയാസങ്ങൾ വന്ന സമയത്ത്, ഒരു കുടുംബത്തിന് അപമാനം വന്ന സമയത്ത്, ഒരു കുടുംബത്തിന് നിക്കക്കളിയില്ലാത്ത സമയത്ത്, ഒരു കുടുംബത്തിന് അപമാനം വന്നപ്പോൾ അമ്മ എന്ത് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്? അമ്മ ആ വിഷയം മുഴുവനും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു, ഈശോനെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് പാപത്തിന് പരിഹാരം ചെയ്യുക, മനുഷ്യരാശിയുടെ രക്ഷയും വീണ്ടെടുപ്പ് സാധിക്കുക എന്നുള്ളതാണ് ഈശോനെ കൊണ്ട് പരമപിതാവ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ലക്ഷ്യം അട്ടിമറിക്കപ്പെടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈശോ ആദ്യം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് നിനക്ക് എന്താണ്? എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ സ്വാഭാവികമായിട്ട്, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ബന്ധം ആരോടാ? ഈശോനോട് ഉണ്ടായേക്കാളും നേരത്തെ ബന്ധം അപ്പയ്ക്ക് അപ്പായോടാണ് ബന്ധം ഉണ്ടായത്. അപ്പായോടും ബന്ധം ഉണ്ടായതിൻ്റെ പേരിലാണ് അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. അപ്പോൾ അമ്മ അപ്പായോട് പറഞ്ഞു, വാട്ട് ഐ ഷുഡ് ഡു, ഇതാണ് ഈശോ പറയണമെന്ന് പറയും. അപ്പോഴുടനെ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് ജ്ഞാനവരം കൊടുക്കുന്നതാണ്. എന്താണ്? ഇങ്ങനെ ഈ വിഷയത്തിൽ ഈശോ നമുക്ക് ഇടപെടുത്താൻ എളുപ്പ വഴിയുണ്ട്. എന്ത് ചെയ്യണം? അവൻ പറയണ പോലെ ചെയ്താൽ മതി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാണെങ്കിലും അതിൻ്റെ ഒരു പ്രായോഗിക വ്യാഖ്യാനം വരണത് അമ്മ പഠിച്ച ആത്മീയതയിൽ നിന്നാണ്. അമ്മയും ഈശോനെ ഉദരത്തിൽ ഉരുവാക്കിയത് അങ്ങനെയാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് അമ്മയോട് പറയണില്ലേ? അമ്മ മനസ്സിലാക്കിയ ദൈവത്തെ, അമ്മയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തെക്കുറിച്ച് മാലാഖ അമ്മയോട് പറഞ്ഞത് എന്താണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. അപ്പോൾ ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അമ്മ പറയും, രണ്ട് കാര്യം പറയും. അവൻ വലിയവനാണ്, രണ്ടാമത്തെ കർത്താവിനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവൻ വലിയവനാണ്. രണ്ടാമത്തെ എന്താണ്? അവന് ഒന്നും അസാധ്യമല്ലാത്തവനാണ്. അപ്പോൾ ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിനെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതെന്ന് ജ്ഞാനവരം വേണം. ആ ജ്ഞാനവരം പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് നേരത്തെ പാഠങ്ങൾ കൊടുത്തിട്ടുണ്ട്. നീ ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ ഈശോ പറഞ്ഞ സംഭവങ്ങൾ തന്നെ അതിൻ്റെ ഒരു ബാലൻസ് തന്നെ അമ്മയും പണ്ട് ദൈവത്തോട് സംസാരിച്ചതാണ്. ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അത് തന്നെയാണ് അതിൻ്റെ തന്നെ വേറെ ഒരു ഭാഷയാണ് എനിക്കും നിനക്കും. എന്ത്? എൻ്റെ സമയം ഇനിയും സമാഗതമായിട്ടില്ലല്ലോ. അതാണ് സംഭവം. രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പം പണ്ട് ഈശോയ്ക്ക് പകരം അമ്മയാണ് ഈ ചോദ്യം ചോദിച്ചത്. അമ്മ എന്താണ് ഈ അപ്പയോട് ചോദിച്ചത്? ഇതെങ്ങനെ സംഭവിക്കും? അപ്പോൾ പരിശുദ്ധാത്മാവ് അമ്മയ്ക്ക് ഒരു ആൻസർ കൊടുത്തു. എന്താ പറഞ്ഞത്? ഞാൻ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത് മാലാഖ വഴി പറഞ്ഞതാണ്. എന്നിട്ട് നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ ദൈവത്തൊന്ന് വിളിക്കപ്പെടും. ആ വെളിപാട് അവസാനിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ഒരു ഉത്തരം പറയുന്നുണ്ട്. എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേട്ടെ. അപ്പോൾ വചനം എന്ന് പറയുന്നത് എന്താണ്? ഒന്നും അസാധ്യമല്ലാത്ത ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം സാധ്യമാക്കുന്നതിൻ്റെ ഒരു പോംവഴി എന്താണ്? വചനത്തെ, നിൻ്റെ വചനം പോലെ എന്നിൽ, ആ വചനത്തെ നിറവേറ്റുകയാണ്. ഇതമ്മ പഠിച്ചതാണ് നേരത്തെ. ഈ നേരത്തെ പഠിച്ച പാഠത്തിൻ്റെ റിവിഷൻ മാത്രമാണ് കാനായിൽ എനിക്ക് നിനക്ക് എന്ത്, എൻ്റെ സമയം ഇനി സമാഗതമായിട്ടല്ലോ എന്ന് പറയുമ്പോഴേ അമ്മ താൻ അനുവർത്തിച്ച് എങ്ങനെയാണോ അസാധ്യമായ ഒന്നും അസാധ്യമല്ല ദൈവത്തിൻ്റെ വചനത്തെ തൻ്റെ ഉദരത്തിൽ മാംസമാക്കിയത്, അതേ ഇക്വേഷൻ, അതേ ഫോർമുല അമ്മ ജനങ്ങളോട് പറയും. എന്താണ്? ഞാൻ ഇങ്ങനെയാണ് ഈശോൻ്റെ ഉദരത്തിൽ വചനത്തെ ഗർഭം ധരിച്ച് മാംസമാക്കിയതെങ്കിൽ സന്നിഗ്ധമായ അവസ്ഥയിൽ ദൈവത്തെ ഈ വിഷയത്തിൽ ഇടപെടുന്നതിന് ഒറ്റ കാര്യം അത്രയേ ഉള്ളൂ. എന്നെപ്പോലെ നിങ്ങളും ദൈവത്തിൻ്റെ വചനം അവൻ പറയണത് പോലെ ചെയ്താലും മതി. നമ്മൾ ഉടമ്പടി ചെയ്യണത് അതാണ്. നമ്മുടെ വിഷയങ്ങളെ സാധ്യമാക്കുന്നതിന് വേണ്ടിയും ഒന്നും അസാധ്യമല്ല ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയും
മരിയൻ സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ അപ്ലിക്കേറ്റ് ചെയ്യണത്. അതെന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നു. ഇതാ കർത്താവിന് ദാസി നിൻ്റെ അപ്പോൾ വചനമാണ് പ്രശ്നം. വചനത്തെ ആർട്ടിക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വചനത്തെ എങ്ങനെയാണ് ഈശോയാക്കി കൈയും കാലും വെച്ച് അതവസാനം നിത്യതയുടെ ദൈവത്തിൻ്റെ പദ്ധതിയാക്കി മാറ്റിയത്, അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? നമ്മുടെ കോമ്പറ്റൻസി വർദ്ധിപ്പിക്കും, അല്ലേ? കോമ്പറ്റൻസി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യണത് എന്താണ്? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യാനോ ദൈവത്തിന് മുഖത്ത് നോക്കാനോ ദൈവത്തിൻ്റെ വാക്ക് കർത്താവിന് നാമം വൃഥ പ്രയോഗിക്കുന്ന പോലും നമ്മുടെ പ്രമാണത്തിലുണ്ട്. ആ പ്രമാണം കാലഹരണപ്പെട്ടിട്ടില്ല, അല്ലേ? കർത്താവിന് നാമം വൃഥ 10 കൽപ്പനയിൽ ഉള്ളതാണ്. അപ്പോൾ ദൈവത്തിന് നാമം പോലും പ്രയോഗിക്കുന്നത് ഭയപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു സ്ഥാനത്താണ് നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യണത്, ഈശോനോട് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുന്ന ആരിലൂടെയാണ് നമ്മൾ ചെയ്യണത്? അതിന് നമ്മൾ ചെയ്യുന്ന ആ ഉടമ്പടി ചെയ്യാനുള്ള യോഗ്യത കൈവരിക്കുന്നത് എങ്ങനെയാണ്? കോമ്പറ്റൻസിയിലൂടെയാണ്. കോമ്പറ്റൻസി എന്താണ്? നമ്മൾ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മളെ തന്നെ ഈ 3 മാസം കൊണ്ട് നമ്മൾ ഒരുക്കും. ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് നമ്മളെ തന്നെ ഒരുക്കും. അതെങ്ങനെ നമ്മൾ ഒരുക്കണത്? അത് 3 പോയിന്റിലൂടെ നമ്മൾ ഒരുക്കണത്, കോമ്പറ്റൻസി വർദ്ധിപ്പിക്കണത്. ചില ആൾക്കാരുടെ ഉടമ്പടി ഇപ്പോഴും കത്താതെ എന്താണെന്നറിയാമോ? നിങ്ങളുടെ കോമ്പറ്റൻസി ഇല്ലാത്ത കാരണം ഇപ്പോഴും ഉടമ്പടിയായ ദൈവം അംഗീകരിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. ചില ആൾക്കാരുടെ ഉടമ്പടി കത്താത്ത എന്താ കാര്യം? നിങ്ങളിപ്പോഴും ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് ദൈവം കണ്ടിട്ടില്ല. അതാണ് എൻ്റെ പ്രശ്നം. ദൈവത്തോട് ഉടമ്പടി ചെയ്യണമെങ്കിൽ ഉടമ്പടിയുടെ കവനൻ്റ് കോമ്പറ്റൻസി ഉണ്ട്. കവനൻ്റ് കോമ്പറ്റൻസിയിൽ 3 പോയിന്റുകളുണ്ട്. ഈ 3 പോയിന്റും വൃത്തിയായിട്ട് ചെയ്താൽ നമ്മൾ കോമ്പറ്റൻ്റായി. എന്താണ്? ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറി. ഒന്നാമത്തത് എന്താണ്? അനുദപിക്കുക, വചനത്തിൽ വിശ്വസിക്കുക. അതാണ് സംഭവം. ഒന്നാമത്തത് നമ്മൾ ആദ്യമായി ഈ ഭാഗം നമ്മൾ ചെയ്തില്ലെങ്കിൽ ബാക്കി രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. പലർക്കും ഉടമ്പടി വന്നിരിക്കുന്ന ഒരു ചെറിയ പരാജയം അതാണ്. ഈ ഭാഗം നമ്മൾ ചെയ്ത് അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോഴേ നമ്മുടെ അനുതാപം എന്ന് പറയണത് സുവിശേഷ വിശ്വസിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുതാപമാണ്. ലോകത്തിൽ പലതരം അനുതാപങ്ങളുണ്ട്. ഞാൻ അതിൽ ഖേദിക്കുന്നു എന്നൊക്കെ മന്ത്രിമാർ പറയത്തില്ലേ? അങ്ങനെ ഞാൻ അന്ന് പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു. ആ ഖേദമൊന്നും അനുതാപമല്ല. സുവിശേഷവിഹിതമായ രക്ഷാകരമായ അനുതാപം. അനുതാപം 2 തരമുണ്ട്. കേവല അനുതാപമുണ്ട്, മാനുഷിക അനുതാപം ഉണ്ട്. പക്ഷേ രക്ഷാകരമായ അനുതാപമുണ്ട്. രക്ഷാകരമായ അനുതാപം എന്ന് പറയുന്നത് എന്താണ്? സുവിശേഷത്തിൽ വിശ്വസിക്കുന്നത് നിമിത്തം നമുക്കുണ്ടാകുന്ന അനുതാപം. സുവിശേഷം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ അറിയുന്നു. ദൈവത്തിൻ്റെ മനസ്സറിയുമ്പോൾ നമ്മുടെ ചില ചെയ്തികളെക്കുറിച്ച് നമ്മൾക്ക് അനുതാപം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിന് ധ്യാനം എപ്പോഴും കൂടണം. എപ്പോഴും നിങ്ങൾ സുവിശേഷത്തിൻ്റെ വായിക്കണമെന്നൊക്കെ അച്ഛൻ പറയുന്നതിൻ്റെ കാരണം അതാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, രക്ഷാകരമായ അനുതാപം എന്നിൽ ജനിച്ച് ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്യുവാൻ യോഗ്യതയുള്ള വ്യക്തിയായി മാറുന്നതിനായി കർത്താവേ, സുവിശേഷ വിഹിതമായ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഞങ്ങളെ അമ്മയുടെ പ്രതിഷേധ സാക്ഷിയായി യേശുക്രിസ്തു നാമത്തിൽ ഉയർത്തിയതിന് അമ്മ മാതാവിനും തിരുകുമാരനും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനു, ഇതെൻ്റെ ഹസ്ബൻഡ് സാജൻ. ഞങ്ങൾ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 9/5/2023
ഉടമ്പടി ഞങ്ങളെ പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ചു. ഞങ്ങൾ ഒരു യാക്കോബായ വിശ്വാസിയാണ്. ഞങ്ങളങ്ങനെ കൃത്യമായി പ്രാർത്ഥിക്കാറൊന്നുമില്ല. മൗനമായിട്ട് കിടക്കുന്നതിന് മുമ്പൊന്ന് പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ എഴുന്നേൽക്കുന്നതിന് മുമ്പൊന്ന് മൗനമായി പ്രാർത്ഥിക്കും. അത്രയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. എന്നാൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു അന്നു മുതൽ എന്താണ് പ്രാർത്ഥന എന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അമ്മ മാതാവും തിരുകുമാരനും ഞങ്ങളെ പഠിപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒന്നിച്ചാണ്. ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്തെല്ലാം കുടുംബ പ്രാർത്ഥന ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഉടമ്പടി വഴി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ വലിയൊരു മിറാക്കിൾ സംഭവിച്ചു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതെൻ്റെ ഹസ്ബൻഡ് എന്നെ വെളിപ്പെടുത്തും. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് സാജൻ. ഞാൻ MSc ഷിപ്പിംഗ് കമ്പനിയിൽ ക്യാബിൻ സ്റ്റ്യൂവർഡായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കോൺട്രാക്റ്റ് എനിക്കുണ്ടായ ഒരു അത്ഭുതമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് രണ്ടാമത്തെ കോൺട്രാക്റ്റിൽ എനിക്ക് കിട്ടിയ സെക്ഷൻ വലിയൊരു സെക്ഷനായിരുന്നു, 20 ക്യാബിനായിട്ട്. എനിക്ക് 8 മാസത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സെക്ഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ സെക്ഷനിൽ നിന്ന് കംപ്ലയിൻറ്റ് വരികയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ സൂപ്പർവൈസറോട് ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തു. സൂപ്പർവൈസർ എൻ്റെ സെക്ഷൻ മാറ്റാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവസം എനിക്ക് എൻ്റെ സെക്ഷനിൽ വലിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നെ വിളിച്ചിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ സൂപ്പർവൈസർ ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ സെക്ഷനിൽ, കംപ്ലയിൻ്റ് വരാനുള്ള കാരണം ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കാരണം പറഞ്ഞു. ഞാൻ ഓൾറെഡി 4 മാസമായ സെക്ഷനിൽ ഞാൻ പലവട്ടം സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്ഷൻ മാറ്റാനായിട്ട്, പക്ഷേ അതിനൊരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ പുതിയ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ സെക്ഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നിൻ്റെ ചീഫ് ഒന്ന് സെക്ഷൻ ചെക്ക് ചെയ്ത് നീ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ സെക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സെക്ഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈവനിങ് ഞാൻ ഈ കാര്യം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ വൈഫ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിത് വൈഫിനോട് പറയുന്നത് ഒരു ശനിയാഴ്ചയാണ്. അപ്പോൾ വൈഫ് ചൊവ്വാഴ്ച പരിശുദ്ധ ഇവിടെ ഉടമ്പടി ധ്യാനമുണ്ട്. അപ്പോൾ വൈഫ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ച. അപ്പം ഞാൻ തിങ്കളാഴ്ച വൈകിട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നീ കീ എടുക്കണ്ട, നിന്നെ സെക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണം ചോദിച്ചപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമല്ല, നിന്നെ വേറെ സെക്ഷനിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ പുതിയ സെക്ഷൻ്റെ റിപ്പോർട്ട് കയ്യിൽ തന്നു. വലിയ അത്ഭുതം എന്ന് പറയട്ടെ, 20 ക്യാബിൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് എനിക്ക് വെറും 18 ക്യാബിനായിട്ട് 18 ക്യാബിനുള്ള ചെറിയൊരു സെക്ഷൻ കിട്ടി. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എളുപ്പം 18 ക്യാബിൻ, എനിക്ക് എൻ്റെ ലിഫ്റ്റ് എല്ലാം അടുത്ത് തന്നെ. എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ. എനിക്ക് ഹൗസ് കീപ്പിംഗ് ഓഫീസിൽ പോകാൻ എളുപ്പം, എൻ്റെ ക്യാബിലോട്ട് പോകാനായിട്ട് എളുപ്പം, എല്ലാം എളുപ്പം. മുമ്പ് എനിക്ക് എൻ്റെ ബാക്കിലായിരുന്നു സെക്ഷൻ. എനിക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ട് വരെ നടക്കണമായിരുന്നു, ഓഫീസിൽ പോകാനാണെങ്കിലും എൻ്റെ ക്യാബിലോട്ട് പോകാനാണെങ്കിലും. ഇത് വലിയൊരു അനുഭവമാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരു ദിവസം മുന്നേ, അതും ഇതിലെ മെയിൻ കാരണം എനിക്ക് സെക്ഷൻ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി 3 മാസം കഴിയുമ്പോൾ സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു സെക്ഷൻ റിക്വസ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. സൂപ്പർവൈസർ എനിക്കൊരു സെക്ഷൻ തന്നിട്ട് ഇനി 4 മാസം നിൻ്റെ സെക്ഷൻ അതാന്ന് പറഞ്ഞു. അങ്ങനെ 4 മാസം എനിക്ക് വലിയ സെക്ഷനിലും 4 മാസം എനിക്ക് ചെറിയൊരു സെക്ഷനിലും വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എന്നോട് ഹസ്ബൻഡ് പറയുന്നത് ശനിയാഴ്ചയായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ ദിവസമാണ് ചൊവ്വാഴ്ച, അന്ന് ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമാണ്. അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷിപ്പിൽ പോയി. അമ്മ മാതാവ് സഞ്ചാരി മാതാവാണല്ലോ, അമ്മ മാതാവിന് സാധിക്കും അത്. അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡിന് വർക്ക് ചെയ്യുന്ന ഷിപ്പിൽ പോയി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്യണം ആ സെക്ഷൻ മാറ്റിക്കിടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മുട്ടിപ്പായി മാതാവിനോട് പ്രാർത്ഥിച്ചു, ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ച ഒരു ദിവസത്തിന് മുമ്പേ തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സെക്ഷൻ മാറ്റി കിട്ടി. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്ഷൻ വളരെ ഒരു ചെറിയ സെക്ഷനാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം. ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മ മാതാ തന്നതിന് അമ്മ മാതാവും തിരുകുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നായിരുന്നു. ഞങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുകയും ഞങ്ങൾ ഭവനം
തുടങ്ങുന്നതിന് പ്ലാനെല്ലാം വരച്ചു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ ഈ ഭവനം പണിയുന്നിടയ്ക്ക് കുറേ തടസ്സങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് 1.5 വർഷം കൊണ്ട് അമ്മ മാതാവ് 1 രൂപ പോലും കടമില്ലാതെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഭവനം പൂർത്തിയാക്കാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. ഭവനം പൂർത്തിയായതിനു ശേഷം ഞങ്ങൾക്ക് വീടിൻ്റെ നമ്പർ കിട്ടുന്നില്ലായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടൊരു പോക്കറ്റ് റോഡിൻ്റെ സൈഡിലായിരുന്നു. അപ്പം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് മതിൽ കെട്ടിയെടുക്കുന്ന സമയത്ത്, ഫൗണ്ടേഷൻ കെട്ടുന്ന സമയത്ത് കുറച്ച് നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റോഡ് കയ്യേറി, നിങ്ങൾക്ക് മതിൽ കെട്ടാൻ സാധിക്കില്ല, ഇവിടെ വെച്ച് പണി നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 2 പേരും നാട്ടിലില്ല. ഞങ്ങളുടെ പപ്പയായിരുന്നു. അതിൻ്റെ പേരിൽ പപ്പയ്ക്ക് വയ്യായ്ക വന്നു, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വെക്കേഷന് ക്രിസ്മസിൻ്റെ സമയത്ത് വന്ന സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ റോട്ടിലിട്ടിരിക്കുന്ന കല്ലിൽ കുരിശ് വരച്ച് മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു, അമ്മ മാതാവ് ആണ് ഞങ്ങൾക്കിത് വഴികാട്ടി തരേണ്ടത്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ മാതാവ് ഇത് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായി ആ കല്ലിൽ 10 ദിവസം ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു. 10 ദിവസം ഞങ്ങൾ ആ 2 ദിവസം മാത്രമേ ഞങ്ങളോട് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളോട് പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞു, നിങ്ങൾ ആരെക്കൊണ്ടാണോ സ്ഥലം അളപ്പിച്ചത് അയാളെ കൊണ്ട് വന്ന് തന്നെ സ്ഥലം വീണ്ടും അളപ്പിക്കണമെന്ന് പറഞ്ഞു. അതും കംപ്ലൈൻറ്റ് കൊടുത്ത ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ. അങ്ങനെ ഞങ്ങൾ അയാളെ വിളിച്ചു. അയാൾക്ക് തിരക്കായിരുന്നു, വരാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ അയാൾ വരാമെന്ന് സമ്മതിച്ചു. അതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അയാൾ പറഞ്ഞ സമയം വൈകിട്ട് 4:30 അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാധവ് നമ്മുടെ കൂടെയുണ്ട്, കാരണം ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലം അളക്കാൻ അയാൾ വരുന്നത്. അങ്ങനെ അയാൾ ആ കംപ്ലൈൻറ്റ് ചെയ്ത ആളുകളുടെ മുമ്പിൽ വെച്ച് സ്ഥലം അളക്കുകയും ഞങ്ങൾ ഇത്ര സ്പേസ് വിട്ടിട്ടാണ് മതിൽ കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ മാതാവിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്കത് പ്രൂവ് ചെയ്ത് തന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് വീടിൻ്റെ നമ്പറും അനുവദിച്ച് കിട്ടി, മതിൽ കെട്ടാനും സാധിച്ചു. ഇത്രയും നല്ല അമ്മോദാനം നന്ദി പറയുന്നു. അടുത്ത എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയം മാർച്ചിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാർച്ച് മാസം തന്നെ എൻ്റെ റൈറ്റ് ബ്രസ്റ്റിന് ഭയങ്കരമായിട്ടൊരു വേദന വന്നു. അത് എന്താണെന്നറിയില്ല, കുനിയുമ്പോഴൊക്കെ എനിക്ക് സൂചി കുത്തുന്ന വേദനയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല, ഹസ്ബൻഡ് ഓൾറെഡി ജോയിൻ ചെയ്തിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ അമ്മയുടെ ഉടമ്പടി എടുത്ത മകളാണ്, അമ്മ മാതാവ് തന്നെ എനിക്ക് സംരക്ഷണം നൽകണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഇതുപോലെ ഈ ബ്രസ്റ്റിന് വേദന വന്നിട്ട് അവർ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം ലഭിച്ച സാക്ഷ്യങ്ങളായിരുന്നു. ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഇവർക്കെല്ലാവർക്കും അമ്മ മാതാവ് സൗഖ്യം നൽകുന്നുണ്ടല്ലോ, അമ്മ മാതാവേ ഞാനും അമ്മയുടെ ഉടമ്പടിയിലാണ്, എനിക്ക് അമ്മ മാതാവ് സൗഖ്യം നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഞാൻ ഉടമ്പടി തൈലം കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. കൃത്യം 1 വീക്ക് അതിനുള്ളിൽ അമ്മ മാതാവ് എനിക്ക് ആ വേദന പൂർണ്ണമായി മാറ്റി തന്നു. പിന്നെ അതിനുശേഷം എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഇതെല്ലാമാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ 2 പേരും അങ്ങനെ ബൈബിൾ വായിക്കുന്ന ആളുകളല്ല. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് സങ്കീർത്തനം ഏതെങ്കിലും ഒരു ചെറിയൊരു അധ്യായം വായിക്കും, അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ 2 പേരും ഒന്നിച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നു. അതുപോലെ എവിടെയെങ്കിലും നമ്മൾ പുറത്തോട്ട് പോകുകയാണെങ്കിൽ തന്നെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് 2 പേരുടെ നെറ്റിയിൽ ഞങ്ങൾ കുരിശ് വരച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങൾ കേരളത്തിലും കർണാടകയിലുമാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. ഇവിടുന്ന് ഞങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ വരാൻ പറ്റില്ലായിരുന്നു. എപ്പോഴാണോ വെക്കേഷൻ കിട്ടുന്നത് ആ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കന്നഡ പത്രവും മലയാള പത്രവും വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. പത്രം തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവേ ചെയ്യുക? അപ്പം പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, കന്നഡ ഞങ്ങൾക്ക് എഴുതാൻ അറിയില്ല, അപ്പം ഞങ്ങൾ ഇംഗ്ലീഷ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് എഴുതി
മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ഫ്രണ്ട് പേജിൽ ഒട്ടിച്ച് ആ ഫ്രണ്ട് പേജ് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ പള്ളിയിൽ ചെന്ന് ഓരോരുത്തർക്കും മാതാവിനെക്കുറിച്ച് പറഞ്ഞ് അവരുടെ നിയോഗം എന്താണ് നിങ്ങൾ വിഷമിക്കുന്ന ആ നിയോഗം മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവിടെ അമ്മച്ചിമാരോട് കുറേ നേരം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഒരു ദിവസം ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോൾ അമ്മച്ചി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ കൊന്തയില്ല, എല്ലാവരുടെയും കയ്യിൽ കൊന്തയുണ്ട്, കൊന്ത ചെല്ലാനായിട്ട് എനിക്കൊരു കൊന്ത വാങ്ങി തരൂ എന്ന് ചോദിച്ചു. പിറ്റേ വട്ടം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാ അമ്മച്ചിമാർക്കും ഇവിടുത്തെ വെഞ്ചരിച്ച കൊന്തയും ആ കാശ് രൂപവും വാങ്ങി കൊടുത്തു. അതവർക്ക് വലിയ സന്തോഷമായി. അതുപോലെ തന്നെ ഞങ്ങൾ മെൻ്റൽ റിട്ടയർഡ് ആയിട്ടുള്ള അവിടെ ചെന്നപ്പോൾ അവർക്കത് പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. അപ്പം ഞങ്ങളത് അവർക്ക് എഴുതി കൊടുത്ത് അവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കറ്റ് ഞങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ വക്കുന്ന സമയത്ത് അവിടെ പള്ളിയിൽ കുറേ ആളുകൾ ഭിക്ഷാടകരായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഞങ്ങൾ മാസത്തിൽ 2 വട്ടം പോയി ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാമാണ് എൻ്റെ ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും. ഉടമ്പടി വഴി അമ്മ മാതാവും തിരുകുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ ഞങ്ങൾ ഒന്നിച്ച് ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ 2 പേരുടെയും ആഗ്രഹം. ഈശോയ്ക്ക് മാതാവിന് 1000 നന്ദി. എൻ്റെ പേര് ദിവ്യ, ഇതെൻ്റെ ഹസ്ബൻഡ് ജോർജ്, മോള് എലീസ. ഞങ്ങൾ UK കെൻഡിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2018 ഡിസംബറിലാണ്. പക്ഷെ അതെനിക്ക് 1 വർഷം കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞങ്ങൾ 2022 ആണ് ഉടമ്പടി എടുക്കുന്നത്. അതിനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു, ഞാൻ നാട്ടിലും. അപ്പം ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി മാതാവിന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം IELTS എഴുതാമെന്ന്. അങ്ങനെ അദ്ദേഹം കുവൈറ്റിൽ IELTS എഴുതി. അപ്പോൾ അതിനു വേണ്ടി പോയപ്പോഴാണ് അദ്ദേഹം ഉടമ്പടി വസ്തുക്കളായ ഉപ്പാണ് കഴിച്ചിട്ട് പോയി. അത് കഴിഞ്ഞ് അദ്ദേഹം IELTS പാസ്സാക്കുകയും പിന്നെ അതിനുള്ള പ്രോസസ്സിങ് നടന്നതെല്ലാം എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലുമായിരുന്നു. അങ്ങനെ അദ്ദേഹം 2 മാസത്തിനുള്ളിൽ സമയ ചുരുക്കത്തോട് 2 മാസത്തിനുള്ളിൽ UK എത്തിച്ചേരാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഒരു 2.5 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് UK ചെല്ലാൻ സാധിച്ചു. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊരു വീട് വേണമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഒത്തിരി വീടുകൾ കണ്ടു, പക്ഷെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു മാതാവിനോട് ഈശോയോടും. അങ്ങനെ ഞങ്ങൾ ഒരു 10-20 വീട് കണ്ടതിന് ശേഷം ഞങ്ങളാണെങ്കിൽ ഒരു വീട് കാണാൻ പോയപ്പോൾ കൊച്ചിൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹം ആ വീട് വേണമെന്ന്. അപ്പം ഞങ്ങളാണെങ്കിൽ ആ വീട് കണ്ടപ്പം ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആ വീടിൻ്റെ ഒരു മൂലയിൽ ഉപ്പിട്ടു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞു ഒരു ദിവസം കഴിഞ്ഞ് ഞങ്ങൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മാതാവിൻ്റെ സുഗത അഭിഷേകം ഉണ്ടായതിന് ശേഷം ആണ് ഞങ്ങൾക്ക് പെട്ടെന്ന് മെയിൽ വന്നു, ഞങ്ങൾക്ക് ആ വീട് റെഡി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് ലഭിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾക്ക് അടുത്തത് വേണ്ട ഞങ്ങൾക്കൊരു കാറായിരുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമായിരുന്നു, കാരണം സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി ഒത്തിരി പാടായിരുന്നു കൊച്ചിന്. അപ്പോൾ ഞങ്ങൾ കാറിന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾ പല കാറുകൾ കണ്ടു, പക്ഷെ ഞങ്ങൾക്കൊരു കാറ് ഇഷ്ടപ്പെട്ടു. അതിന് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചപ്പോൾ അത് സിൽവർ ഗ്രേ കളറുള്ള കാറായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതിനാണെങ്കിൽ അതിന് നമ്പർ 7 എന്നുള്ളൊരു അക്കം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കത് ലഭിച്ചു. അതിന് ശേഷമാണെങ്കിൽ ഞാനൊരു നേഴ്സാണ് നാട്ടിൽ. എനിക്ക് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് CBTO സ്കീം വളരെ മനോഹരമായിട്ട് എനിക്കൊരു മെറിറ്റും ഇല്ലായിരുന്നു. മാതാവിൻ്റെ ഗ്രേസിൽ എനിക്ക് പാസ്സാകാൻ വേണ്ടി സാധിച്ചു. കാരണം അതിന് പോകുന്ന പരീക്ഷയുടെ സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ തൈലവും നെറ്റി പുരട്ടുകയും കാശ് രൂപയും കൊണ്ടുപോയിരുന്നു. പിന്നെ അതുപോലെ പോകുന്ന വഴികളിലെല്ലാം എനിക്ക് മഴവില്ലിൻ്റെ ഇത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.
പിന്നെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് മെഴുകുതിരിയിൽ ഹാർട്ടിൻ്റെ രൂപത്തിലും റോസാപ്പൂവിൻ്റെയും കുരിശിൻ്റെ രൂപമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ കൊച്ചിൻ്റെ കൊടുക്കുക, അവൾക്കൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഹലോ, എൻ്റെ പേര് എലീസ. ഞാൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് കിട്ടിയൊരു ഡിവൈൻ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, ഞാനാണെങ്കിൽ രാവിലെ എണീറ്റു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിപ്പം ഞാനാണെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അമ്മേന്ന് പറഞ്ഞു. അമ്മേന്ന് പറഞ്ഞപ്പം നമുക്ക് വീട്ടിലൊരു വലിയൊരു ഫോട്ടോ ഉണ്ടായിരുന്നു, അമ്മ മാതാവിൻ്റെ. അപ്പം ആ ഫോട്ടോയിൽ നോക്കി അമ്മേന്ന് പറഞ്ഞപ്പം ആ ഫോട്ടോൻ്റെ സൗണ്ടൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷെ ചുണ്ടനങ്ങി. എങ്കിലും അപ്പം അതൊരു വലിയൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നു. നല്ലൊരു ബ്ലെസ്സിങ് ആയിരുന്നു. അമ്മ മാതാവിന് ഈശോന് നന്ദി. ഞങ്ങൾക്ക് ഒത്തിരി, അതുകൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ പത്രങ്ങൾ വിതരണം ചെയ്യുകയും, എസ്പെഷ്യലി ആണെങ്കിൽ പ്രാർത്ഥിച്ച് ഇംഗ്ലീഷ് പത്രങ്ങൾ, ഇംഗ്ലീഷിലുള്ള ആൾക്കാർക്ക് എല്ലാം എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുവാനും, പിന്നെ മലയാളം പത്രങ്ങളിലാണെങ്കിൽ പള്ളികളിൽ വിതരണം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും, കുടുംബ പ്രാർത്ഥനയിൽ കൂടുതൽ കുടുംബ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒന്നിച്ച് ചെല്ലുവാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് ബാങ്കിലാണ് ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് എത്തിച്ചേരുവാനും സാധിച്ചു. പിന്നെ അതുപോലെ ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി. കാരണം അമ്മ മാതാവ് ഈശോയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടി വളരെയധികം സഹായിച്ചു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി.